റാണഗഞ്ച് എന്ന കപ്പൽ ലിവർപൂളിൽ നിന്നും കൽക്കത്തയ്ക്ക് യാത്ര പുറപ്പെടാൻ പോവുകയാണ്. അതിലെ ഡോക്ടറാണ് എ.ജെ. ക്രോണിൻ. അദ്ദേഹം രണ്ട് വ്യക്തികളുടെ സംസാരം അവിചാരിതമായി കേൾക്കുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത്. അവർ ഒരാളെ കളിയാക്കുകയാണ്. അയാളുടെ നിറത്തെയും സൗന്ദര്യത്തെയും പൊക്കക്കുറവിനെയുമൊക്കെ അവർ കളിയാക്കുന്നുണ്ട്. നോക്കുമ്പോൾ അതൊരു ഇന്ത്യക്കാരനായ ശ്രാങ്കാണ്. അയാൾ കപ്പലിലെ ജോലിക്കാർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. അടുത്ത ദിവസത്തിലൊന്നിൽ അയാൾ ഡോക്ടറെ കാണാനെത്തുന്നു. അയാളുടെ പേര് ഹസൻ എന്നാണ്. തൻ്റെ കൂട്ടാളികളിൽ പനിയുള്ള 2 പേരെയും കൂട്ടിയാണ് വരവ്. കുറച്ചു നേരത്തെ പരിശോധനയ്ക്ക് ശേഷം അവർക്ക് വസൂരിയാണെന്ന് ഡോക്ടർക്ക് മനസ്സിലാവുന്നു. കപ്പലിൻ്റെ ക്യാപ്റ്റനായ ഹാംബിളിനെ അവർ വിവരമറിയിക്കുന്നു. എന്നാൽ ക്യാപ്റ്റൻ അവരോട് ഇത് രഹസ്യമായി സൂക്ഷിക്കാനും നന്നായി കൈകാര്യം ചെയ്യാനും പറയുന്നു. പക്ഷെ കപ്പലിലെ ജോലിക്കാർ കുറവായതുകൊണ്ട് ഹസൻ മാത്രമേ ഡോക്ടറെ സഹായിക്കാനുണ്ടായിരുന്നുള്ളൂ. അവർ 2 പേരും ചേർന്ന് കപ്പലിൻ്റെ മുകൾ തട്ടിൽ ഒരു ഷെഡ് കെട്ടി. രോഗബാധിതരെ അങ്ങോട്ട് മാറ്റി. കുറച്ച് പേർക്ക് കൂടി അസുഖം ബാധിച്ചു. അവരെയും ഷെഡിലെത്തിച്ചു. ഡോക്ടർ പറയുന്നത് എന്തും ഹസൻ ചെയ്തു കൊടുത്തു. അയാൾ കൊടുത്ത പിന്തുണ വിലമതിക്കാനാവാത്തതാണ്. ഇതിനിടയിൽ ചില രോഗികളുടെ അവസ്ഥ മോശമായി. ഹസൻ അവരോടൊക്കെ അടുത്തിടപഴകുന്നത് ഡോക്ടർക്ക് ചെറിയ ഭയമുണ്ടാക്കി. എന്നാൽ ഹസൻ അത് തൻ്റെയും കൂടി ജോലിയാണെന്ന് പറഞ്ഞ് ഡോക്ടറെ ധൈര്യപ്പെടുത്തി. ഹസൻ വളരെ കുറച്ച് മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രമേ ഡോക്ടർക്ക് അയാളോട് ചോദിച്ചറിയാൻ പറ്റുള്ളൂ. എന്നാലും പണത്തിനും പദവിക്കും മുകളിലുള്ള അയാളുടെ മനുഷ്യത്വം കൊണ്ട് വല്ലാത്തൊരു ബഹുമാനം തോന്നി. ഇതിനിടയിൽ 2 രോഗികൾ മരിച്ചു. അവരുടെ ശവക്കച്ച തുന്നി അടുത്തിരുന്ന് രാമായണം വായിച്ചതിനു ശേഷം അവരെ ഹസൻ കടലിൽ മറവ് ചെയ്തു. പുറമേ പരുക്കനായി തോന്നിയിരുന്ന അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ശ്രീലങ്കയിലെത്തിയപ്പോൾ കുറച്ചുപേരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇനി ആർക്കും അസുഖം വരാത്ത രീതിയിൽ അതിനെ കീഴടക്കിയിരിക്കുന്നുവെന്ന് ഹസനും ഡോക്ടർക്ക് ഉറപ്പായി. ഹസനെ സഹായിയായി കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഇത് സാധ്യമായതെന്ന് ഡോക്ടർക്ക് അറിയാമായിരുന്നു. അങ്ങനെ കൽക്കത്തയിലെത്തി. അപ്പോൾ ആദ്യം കണ്ട 2 പേരിലൊരാൾ എത്തി. അതൊരു സ്ത്രീയായിരുന്നു. അവരുടെ പേര് ജോബ് സ്മിത്ത്. അവർ തുടർന്നു, ഡോക്ടറെ, ആ കുരങ്ങനെ എവിടെയാണ് ഇത്രയും നേരം ഒളിപ്പിച്ചു വെച്ചിരുന്നത്? പ്രത്യേകതരം കൂട്ടിലോ മറ്റോ ആണോ? ഹസനെയാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് ഡോക്ടർക്ക് മനസ്സിലായി. ഒരു നിമിഷം ഹസൻ്റെ സേവനങ്ങൾ അയാളുടെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു. ഡോക്ടർ മറുപടി പറഞ്ഞു, ഒരു തരത്തിൽ അതൊരു കൂട് തന്നെയായിരുന്നു. പക്ഷേ മനുഷ്യൻ അതിനകത്തായിരുന്നു. പുറത്തുണ്ടായിരുന്നതെല്ലാം മൃഗങ്ങളും. ഒന്നും മനസ്സിലാകാതെ ജോബ് സ്മിത്ത് നടന്നകന്നു. ഡോക്ടർ തൻ്റെ കാര്യങ്ങളിലേക്കും